നമസ്കാരം. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. 1994 ഐക്യരാഷ്ട്രസഭ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ദ ഫാമിലി ആചരിച്ചപ്പോൾ പറഞ്ഞു, കുടുംബം ഒരു ചെറിയ ജനാധിപത്യ വ്യവസ്ഥിതിയാണ്. സ്വാതന്ത്ര്യം, സന്തോഷം, സ്വൈക്യ ജീവിതം അത് ലഭ്യമാകുന്ന ജനാധിപത്യ വ്യവസ്ഥിതി. ഒരു ക്രൈസ്തവ കുടുംബജീവിതം ദൈവത്തിൻ്റെ വരദാനമാണ്. വിശുദ്ധ വിവാഹ കൂദാശയിലൂടെയാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. മാരേജ് ഈസ് ദി ബിഗിനിങ് ഓഫ് ദ ഫാമിലി ആൻഡ് ഇറ്റ് ഈസ് ദി ബേസ്മെൻറ്റ് ഓഫ് ദ ഫാമിലി. സോ മാരേജ് ഈസ് എ സാക്രമെൻറ്റ് വിച്ച് മീൻസ് ഓഫ് ഗ്രേസ്. വിവാഹ കൂദാശ എന്ന് പറയുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട പരമപവിത്രമായ ദൈവത്തിൻ്റെ ആരാധനയാണ്. കൃപയുടെ മുഖാന്തരമായി തീരുവാൻ വേണ്ടിയുള്ള ഒരു ആരാധന. രണ്ട് വ്യക്തികൾ, രണ്ട് കുടുംബങ്ങൾ, രണ്ട് സംസ്കാരം സമന്വയിക്കുന്ന ആധ്യാത്മിക ചൈതന്യമാണ് ഈ കൂദാശ. ടു ബിക്കംസ് വൺ ഇൻ ക്രൈസ്റ്റ്. ദൈവം കൂട്ടി സംയോജിപ്പിക്കുന്നു മണവാളിനെയും മണവാട്ടിയെയും. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ കുടുംബ ജീവിതത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഋഗ്വേദത്തിൽ ഫാമിലി എന്ന് പറയുന്നത്, ഫാമിലി ഈസ് എ സൈക്രഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ വിച്ച് വൺ ക്യാൻ അറ്റൈൻ മോർട്ടാലിറ്റി. നിത്യജീവനെ പോകുന്ന പരമപവിത്രമായ ഒരാരാധനയും ഒരു സ്ഥാപനവുമാണ് കൂദാശയും കുടുംബജീവിതവും. അതുകൊണ്ട് ജോൺ പോൾ II പറഞ്ഞിട്ടുണ്ട്, ഫാമിലി ഈസ് എ സോഴ്സ് ഓഫ് പീസ്. മാരേജ് ബ്രിങ്സ് ജോയ്, പീസ്, സെക്യൂരിറ്റി ഇൻ വൺസ് ലൈഫ് only to those who begin their wedded life with God. ദൈവത്തോടുകൂടെ ആരംഭിക്കുന്നവർക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. ഫാമിലി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇറ്റ് ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ലൈഫ് ആൻഡ് ലവ്. ഫാമിലി ഈസ് എ കമ്മ്യൂണിറ്റി ഓഫ് ലൈഫ് ആൻഡ് ലവ്. ഹാപ്പി ഫാമിലി is the foundation of any decent society. ഭാരതത്തിൽ നാം ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്, ആർഷഭാരത സംസ്കാരത്തിൻ്റെ വിലപ്പെട്ട സംഭാവനയായി കുടുംബജീവിതം. ആ കുടുംബജീവിതത്തെ പറ്റി പറയുന്നു, ലൈഫ് വിൽ ഷൈൻ വെൻ ഫാമിലി ഈസ് ഫൈൻ. ഗുഡ് ഫാമിലീസ് മേക്ക് ഗുഡ് നേഷൻ. കാൻറ്റർബറി ആർച്ച് ബിഷപ്പ്, അദ്ദേഹം വിവാഹിതനാണ്. ഒരിക്കൽ അദ്ദേഹത്തോട് ഒരു വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചു, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് സസ്റ്റെയിൻസ് യു ഇൻ യുവർ ലൈഫ്? യുവർ ഗ്രേസ്. എന്താണ് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത്? അദ്ദേഹം പറഞ്ഞ വാചകം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, വെൽ ഇൻ ദ ഡീപ്പസ്റ്റ് ലെവൽ ഗോഡ്, ഫെയ്ത്ത് ഇൻ ഗോഡ്, ഇൻ ദ കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് ജീസസ്, ദെൻ എ വെരി ഹാപ്പി ഹോം ആൻഡ് എ ഹാപ്പി ഫാമിലി ആൻഡ് എ ലവിങ് വൈഫ്. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും യേശുക്രിസ്തുവിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സന്തോഷകരമായ കുടുംബജീവിതം പ്രദാനം ചെയ്യും. ഒപ്പം തന്നെ സ്നേഹനിധിയായ സഹധർമ്മിണി, ധർമ്മത്തിന് കൂട്ടു നിൽക്കുന്നവരുടെ സപ്പോർട്ട്. ദേവദാരുക്കളുടെയും മുന്തിരിത്തോട്ടങ്ങളുടെയും അമരഭൂമിയായ ലെബനോന്റെ പ്രിയപുത്രനും പ്രതിഭാശാലിയും കലാകാരനുമായ ഖലീൽ ജിബ്രാൻ, അദ്ദേഹം പറയുകയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നവദമ്പതികൾ. എല്ലാവരും ഓർക്കണം, നിങ്ങൾ ദൈവത്തിൻ്റെ മേഖലയിലെ ഒരു ശ്വാസമാണ്. ദൈവത്തിൻ്റെ വനത്തിലെ ഒരു ഇലയുമാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിവേകത്തിൽ വിശ്രാന്തി കൊള്ളുകയും വികാരാവേശത്തിലൂടെ സഞ്ചരിക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്യണം. വിവേകവും വിജ്ഞാനവും സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും കരുതലും കുടുംബജീവിതത്തിൽ ഉണ്ടാവണം. അത് ജീവിതത്തിലൂടെ കാട്ടുമ്പോൾ മാത്രമേ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാനായിട്ട് കഴിയുകയുള്ളൂ. മാരേജ് ഈസ് ബീങ് സോളമനൈസ്ഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി കമ്മ്യൂണിറ്റി ഓഫ് ദ ഫെയ്ത്ത്ഫുൾ, ദ ചർച്ച്. ആ സമയത്ത് ഒരു സമൂഹത്തിൻ്റെ മധ്യേ പ്രതിജ്ഞ എടുക്കണം. ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് ഇൻ ഹിസ് നെയിം, ടു പേഴ്സൺ വിൽ ബിക്കം വൺ ഇൻ ക്രൈസ്റ്റ്. സോ വി ഷുഡ് ലവ് ആൻഡ് ബി ഫെയ്ത്ത്ഫുൾ and responsible to one another. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ 3 കാര്യങ്ങൾ.
കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ക്രൈസ്റ്റ് ഷുഡ് ബി ദ ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ഫാമിലി ലൈഫ്.